തങ്ങളെ മാത്രം കാണാനില്ല. അവസാനം ഹദീസിൽ കാണാം, അള്ളാഹുവിന്റെ അർശിന്റെ താഴ്ഭാഗത്ത് 3-4 മഹിളാരത്നങ്ങളുണ്ട്. ആരാണത്? ഒന്ന് മറിയം ബീവിയാണ്, മറ്റൊന്ന് ആസിയ ബീവിയാണ്, മറ്റൊന്ന് ഖദീജ ബീവിയാണ്, മറ്റൊന്ന് ബഹുമാനപ്പെട്ട ബീവി ഫാത്തിമ. ഈ 4 മഹിളാരത്നങ്ങളുള്ളത് അർശിന്റെ താഴ്ഭാഗത്താ. അർശിന്റെ ചായ്പില് നമ്മുടെ വീട്ടിലൊക്കെ വേസ്റ്റ് സാധനങ്ങൾ ഇടാൻ വിറക് പുരയായിട്ടുണ്ടാക്കുന്ന ഒരു ചായ്പില്ലേ, അതുപോലത്തെ ചായ്പ് എന്നാണ് സുറാദിക്കാത്തിന്റെ അർത്ഥം. അങ്ങനത്തെ ചായ്പിലാണ് ആദം നബി നിൽക്കുന്നത്. സുറാദിക്കാത്തുൽ അർശി നിൽക്കുമ്പോഴാണ് പടച്ച റബ്ബിന്റെ ഓർഡർ വന്നുപോയി. ജഹന്നം കൊണ്ടുവരപ്പെടട്ടെ, നരകം കൊണ്ടുവരപ്പെടട്ടെ. ഓ മുസ്ലിമീങ്ങളെ, ഈ ജഹന്നമിനെ കുറിച്ച് എന്താ നിങ്ങൾ ധരിച്ചു വെച്ചിരിക്കുന്നത്? ഈ ജഹന്നം ഒരു ചെറിയ കുഴിയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നു? അഗ്നികുണ്ഡമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നു? അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ജഹന്നം, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ ജഹന്നം, ഈ ജഹന്നം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ആ ജഹന്നം നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് കൊണ്ടുവരാന് റബ്ബിന്റെ ഓർഡർ കിട്ടിപ്പോയി. മഹാനായ ജിബ്രീൽ ചെന്ന് പറഞ്ഞു പോയി, നരകം അനങ്ങുന്നില്ല. 70,000 സഫുകൾ സബാനിയത്തെന്ന മലക്ക് പോവുകയാ. 70,000 അല്ല, 70,000 സഫ് മലക്കുകളാണ് പോകുന്നത് ആ ജഹന്നമിനെ കൊണ്ടുവരാൻ. അല്ലാഹ് ജഹന്നമിന്റെ അടുത്ത് ചെല്ലുമ്പോൾ ജഹന്നം അനങ്ങൂല. ജഹന്നമിന്റെ അതിന്റെ ന്യായാധിപൻ, അതിന്റെ മേധാവി മഹാനായ മാലിക്കിനോട് പറയുന്നു, റബ്ബ് വിളിക്കുന്നുണ്ട്. ജഹന്നമിന് നിങ്ങൾക്കറിയുമോ 4 കാലുകളുണ്ട്. സുബ്ഹാനല്ലാഹ്, 30,000 തലകളുണ്ട്. 30,000 തലകളിൽ ഓരോ തലകളിലും 30,000 വായകളുണ്ട്. അതിന്റെ ആ ചുണ്ടുകൾ, ഓരോ ചുണ്ടും താഴെ ചുണ്ടും മേലെ ചുണ്ടും ദുനിയാവിന്റെ കട്ടിയുണ്ട്. ഈ ജഹന്നമിന്റെ മേൽഭാഗത്തുള്ള ചുണ്ടുകളിൽ 70,000 വട്ടക്കണ്ണികളുണ്ട്. ഓരോ വട്ടക്കണ്ണിയും കടിഞ്ഞാണിട്ടിട്ട് 70,000 മലക്കുകൾ വലിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് ബുഖാരിയിലുണ്ട്, യജുറൂനഹാ. ഈ രൂപത്തിലുള്ള സൃഷ്ടിയാണ് ഈ ജഹന്നം. ജഹന്നമിന് കണ്ണുകളുണ്ട്, ജഹന്നമിന് മൂക്കുണ്ട്, ജഹന്നമിന് സംസാരമുണ്ട്. അത് മക്കളെ ഒരു നിർജീവ വസ്തുവല്ല, പച്ചയായ ഖുർആനാ പറയുന്നത്. യൗമ തഖൂലു ലിജഹന്നമ ഹലിം തലഅതി വതഖൂലു ഹൽ മസീദ്. സൂറത്തു അൽ മുർസലാത്ത് ഉർഫാ. ഈ സൂറത്തിൽ കാണുന്നില്ലേ, തദ്ഉ മൻ അദ്ബറ വതവല്ല. നരകം ആളുകളെ വിളിക്കുന്നുണ്ട്, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. ഈ നരകത്തിന് കൃത്യമായ ബോധമുണ്ട്, ഇതിന് സംസാരമുണ്ട്, ഇതിന് ചലനമുണ്ട്. ഈ ജഹന്നം അനങ്ങൂല. മഹാനായ മാലിക് എന്ന മലക്ക് ചോദിക്കുന്നു, ജഹന്നമേ അതഅസീന റബ്ബകി, നിന്റെ റബ്ബിന്റെ കൽപ്പനക്കെതിരെ ചെയ്യുകയാണോ? റബ്ബിനനുസരിക്കുന്നില്ലേ ജഹന്നമേ? റബ്ബിന്റെ വിളിക്കുത്തരം ചെയ്യുന്നില്ലേ ജഹന്നമേ? റബ്ബിന്റെ കൽപ്പന സ്വീകരിക്കുന്നില്ലേ ജഹന്നമേ എന്ന് മാലിക് എന്ന മലക്ക് അതിന്റെ മേധാവി ചോദിക്കുമ്പോഴാണ് അവിടുന്ന് ചലിക്കുന്നത്. ആ നരകം ഒന്ന് ചലിക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, എത്ര ഭയങ്കരമായ ശബ്ദമാണ് നരകം അതിന്റെ ശ്വാസമെന്ന് വിടുമ്പോൾ. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത് ബുഖാരിയിലില്ലേ, മുസ്ലിമിലില്ലേ? ഈ ദുനിയാവിൽ ഏറ്റവും ഭയങ്കരമായ ചൂട് അനുഭവപ്പെടുന്നത് നരകം പുറത്തോട്ട് ശ്വാസം വിടുമ്പോഴാ. ഈ ദുനിയാവിൽ ഏറ്റവും ഭയങ്കരമായ തണുപ്പ് അനുഭവപ്പെടുന്നത് അത് മേൽപോട്ട് ശ്വാസം വലിക്കുമ്പോഴാ, ശ്വസിക്കുമ്പോഴും ുമാണ്. ഇപ്പോഴും തുടങ്ങിയിട്ടില്ല, പരിപാടി തുടങ്ങിയിട്ടില്ല, ഹിസാബ് തുടങ്ങിയിട്ടില്ല, ചോദ്യം തുടങ്ങിയിട്ടില്ല, ഏട് കൊടുത്തിട്ടില്ല.
മീസാൻ കൊണ്ടെന്ന് വെച്ചിട്ടില്ല, അള്ള വന്നിട്ടില്ല. ഇനി എന്തൊക്കെ വരാനുണ്ട്, ഇനി എന്തൊക്കെ സംഭവിക്കാനുണ്ട്? ഞാൻ ചോദിക്കുന്നു, ഈ വക കാര്യം ആർക്ക് ബോധമുണ്ട്? അത്രേ ചിന്തിച്ചിട്ടുള്ളൂ. നരകം കൊണ്ടുവന്നു, അവിടെ സ്ഥാപിക്കപ്പെട്ടു. ഈ രൂപത്തിൽ അടുത്ത് സ്വർഗം കൊണ്ടുവരാൻ പോവുകയാണ്. അടുത്ത് കൊണ്ടുവരുന്ന സ്വർഗം മുത്തഖീങ്ങൾക്ക് അടുപ്പിക്കപ്പെട്ടു. 500 കൊല്ലത്തെ വൈദൂരത്ത് അകലെ നിന്ന് അടിച്ചു വീശുന്ന പരിമളമുള്ള സ്വർഗം കൊണ്ടുവരപ്പെട്ടു. പക്ഷേ സ്വർഗത്തിന്റെ പരിമളം എല്ലാവർക്കും ആസ്വദിക്കാൻ കഴിയില്ല. അതാ പ്രത്യേകത. നരകത്തിൻ്റെതോ എല്ലാവർക്കും ആസ്വദിക്കാൻ കഴിയും. അതിന്റെ ദുർഗന്ധവും അതിന്റെ തീനാളങ്ങളും അതിന്റെ പൊരികളും എല്ലാവരും അറിയും. അതേ സമയത്ത് സ്വർഗത്തിന്റെ പരിമളം അത് മുത്തഖീങ്ങൾക്ക് മാത്രം. ആ രൂപത്തിൽ സ്വർഗം അടുപ്പിക്കപ്പെട്ടു. അത് കഴിഞ്ഞിട്ടൊരു ഞാൻ ഓടിപ്പാച്ചിരി തീരൂലല്ലോ, എവിടെയും തീരൂല, മത്സരം തീരൂല. അപ്പൊ മത്സരം തുടങ്ങിയപ്പോ ഞാൻ ഒരു ഓട്ടപ്പാച്ചിരി നടത്തുകയാണ്. കഴിഞ്ഞല്ല ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇന്നിക്കൊല്ലം പറയണില്ല. അങ്ങനെ അത് കഴിഞ്ഞാൽ പിന്നീടുള്ള പരിപാടി റബ്ബ് പ്രത്യക്ഷപ്പെടുന്ന സമയമാണ്. എല്ലാം റെഡിയായി, ഇനി അല്ലാഹു പ്രത്യക്ഷപ്പെടാൻ പോവുകയാണ്. ഈ ആവനാഴിയിൽ അമ്പ് കുത്തി നിറച്ചതുപോലെ നിൽക്കുന്ന ജനകോടികളിലേക്ക് ജനങ്ങൾ എന്താ നിങ്ങൾ മനസ്സിലാക്കിയത്? ഈ ജനങ്ങൾക്ക് ചുറ്റും മനുഷ്യരെക്കാൾ 10 ഇരട്ടി കൂടുതലുള്ള ജിന്നുകളാണ് നിൽക്കുന്നത്. ജിന്നുകൾക്ക് ചുറ്റും ഈ ലോകത്തുള്ള മറ്റു ജീവജാലങ്ങളാണ്. ലോകത്ത് കരയിലുള്ള മൃഗങ്ങൾ മനുഷ്യരെ 10 ഇരട്ടി മറ്റു മൃഗങ്ങളുണ്ട്, പക്ഷികളുണ്ട്, പറവകളുണ്ട്. എല്ലാ ജീവജാലങ്ങളെയും പടച്ച റബ്ബ് ഇതിന്റെ പിറകിൽ ഒരുമിച്ച് കൂട്ടുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നമ്മൾ കേട്ടില്ലേ, ഇപ്പോ പക്ഷിനെ പറ്റി മാത്രം പഠനം നടത്തി കേരളത്തിൽ 12,000 തരം പക്ഷികളുണ്ട്. എത്ര തരം മൃഗങ്ങളുണ്ട്, എത്ര ജന്തുക്കളുണ്ട്, എത്ര വിരകളുണ്ട്. നമ്മൾ മണ്ണിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന മണ്ണിര ഇതുവരെ സർവ്വ ജീവികളെയും റബ്ബ് ഒരുമിച്ച് കൂട്ടി നിർത്തിയിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലേ, ശക്തിയുള്ള നായ, ശക്തി കുറഞ്ഞ നായ കടിച്ച് പരിക്കേൽപ്പിക്കാറില്ലേ? ഓരോ ജീവികളെടുത്ത് പരിശോധിച്ചാലും അവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും, ഇടികൂടുന്നില്ലേ? കോഴികൾ കൊത്തുകൂടുന്നില്ലേ? പക്ഷികൾ പരസ്പരം ആക്രമിക്കുന്നില്ലേ? മൂരികൾ കുത്തുകൂടുന്നില്ലേ? എല്ലാ ജീവി പരസ്പരം പ്രശ്നങ്ങളില്ലേ, സംഘട്ടനങ്ങളില്ലേ? അതിന് മുഴുവനും റബ്ബ് നിന്റെ മുൻപിൽ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ഒന്ന് ഞാൻ പറയാൻ വിട്ടുപോയി. ഈ നരകം കൊണ്ടുവച്ചപ്പോ മശദാ സാഹിറയിൽ നരകം കൊണ്ട് ഹാജരാക്കിയപ്പോ ആകാശത്തിന്റെ കളർ മാറിപ്പോയി. നരകത്തിൽ നിന്ന് കത്തി തീയിന്റെ ചൂട് കൊണ്ട് ആകാശത്തിന്റെ കളർ മാറി. അല്ലാ, ഹബീബ് പറയുകയാണ്, ഉരുകിയ ചെമ്പ് പോലെ തുടങ്ങി. ഉരുകിയിട്ട് ഉറ്റുന്നില്ല എന്ന് മാത്രം, അത്രയും ആകാശത്തിന്റെ കളർ മാറി. വൻതസറത്തിൽ കവാകിബ്, നക്ഷത്രങ്ങളൊക്കെ ഉതിർന്ന് വീണു.
സൂര്യത്തിന് മങ്ങലേറ്റു. നരകം താഴ്ഭാഗത്ത് കൊണ്ടുവച്ചതിനോടുകൂടെ നമുക്കറിയാമല്ലോ, നന്നായിട്ടുള്ളൊരു നല്ല സാധാരണ നല്ല തീയുള്ള ഭയങ്കര ചൂടുള്ള ഒരു ചെമ്പ് കൊണ്ടുവച്ചാൽ മേൽഭാഗത്തേക്ക് ഹാവികൾ ഉയരുന്നത് പോലെ നരകത്തിൽ നിന്ന് ഉയരുന്ന തീപ്പൊരി കൊണ്ട്, അതിന്റെ ചൂട് കൊണ്ട് സൂര്യൻ